ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിട്ടിനം പോലത്തെ സ്പിന്നിംഗ് വീഡിയോ ആണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും ഗൈസ് കുറേ നാളായിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ബ്രോ സ്പിന്നിംഗ് വീഡിയോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിനുവേണ്ടി നല്ലൊരു കിടിലം പോലത്തെ ഇവന്റ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മുമ്പ് വന്ന ഇവന്റ്സ് ഒക്കെ കുറച്ച് ചാത്തനായിരുന്നു. എനിക്ക് കിട്ടിക്കം പോലത്തെ ഒരു സാധനം വന്നാൽ മാത്രമേ എനിക്ക് സ്പിൻ ചെയ്യത്തുള്ളൂ. ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഗെയിമിലേക്ക് അത് എന്താണ് ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കിടിലം പോലത്തെ ഇവന്റ് വരട്ടെ, അതിനുശേഷം മാത്രം കുറച്ച് സ്പിൻ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞു വന്നു കേട്ടോ. പിന്നെ ഇതെന്റെ അക്കൗണ്ട് അല്ല, അഫ്കോഴ്സ് ഗൈസ് സരസുവിന്റെ അക്കൗണ്ട് ആണ്. അവൻ ക്രിമിനൽ മണ്ടിൽ നിന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഗൈസ് നമ്മളുണ്ടല്ലോ ഈ ഒരു അക്കൗണ്ടിനകത്ത് നമ്മളുണ്ടല്ലോ ഇന്ന് ഈ ഒരു ക്രിമിനൽ മണ്ടിൽ മൊത്തം എടുക്കാൻ വേണ്ടി. എന്തായാലും ആ ഒരു ക്രിമിനൽ റിംഗ് എന്ന് പറഞ്ഞ ഇവന്റ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു കിട്ടുക്കം പോലത്തെ ഗൈസ് നമ്മുടെ ആ ഒരു പുതിയതായിട്ട് വന്ന പുതിയ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ആ ഒരു ആനിമേഷൻ ഒക്കെ ഉള്ള ആ ഒരു റെഡ് ക്രിമിനൽ അത് വന്നിട്ടുണ്ട്. അതേപോലെ ഗൈസ് നമ്മുടെ ഓൾഡ് ആ ഒരു ക്ലാസിക് ആയിട്ടുള്ള റെഡ് ക്രിമിനൽ ഉണ്ട്. പിന്നെ അവിടെ പച്ച ക്രിമിനൽ ഇരിപ്പുണ്ട്, മഞ്ഞ ക്രിമിനൽ ഇരിപ്പുണ്ട്, എല്ലാ ക്രിമിനലും ഇരിപ്പുണ്ട്. വേറെ ലെവൽ വൈൽഡ് ക്രിമിനൽ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ബൈ ദ വേ ഗൈസ് വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും ഗൈസ് നമുക്ക് സ്പിൻ ചെയ്തെടുക്കാം. ഇത് എടുക്കണമെങ്കിൽ ഗൈസ് ടോക്കൺ കൊടുത്ത്, അത് യൂണിവേഴ്സ് ടോക്കൺ കൊടുത്ത് നമുക്ക് ഇത് മേടിക്കാം, റിഡീം ചെയ്തെടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും കേട്ടോ. 600 ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ ഒക്കെ ഉള്ള റെഡ് ക്രിമിനൽ എടുക്കാൻ വേണ്ടി പറ്റും. 500 ഉണ്ടെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള റെഡ് ക്രിമിനൽ എടുക്കാൻ വേണ്ടി പറ്റും. 500 ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ പച്ചയും, അതേപോലെ 400 ഉണ്ടെങ്കിൽ മഞ്ഞയും നമുക്ക് ക്രിമിനൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇവന്റിലേക്ക് നോക്കുന്ന സമയത്ത് കിടക്കും പോലത്തെ സംഭവമാണ്, ടോക്കണും കിട്ടും. അതേപോലെ കേസ് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രിമിനൽ ബണ്ടിലും കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഇപ്പോൾ 4137 ഡയമണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ കേസ് നോക്കുകയാണെങ്കിൽ 37 യൂണിവേഴ്സ് ടോക്കൺ ഇരിപ്പുണ്ട്. ഗസ്റ്റ് ഒട്ടും ടൈം കളയുന്നില്ല, നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ സ്പിൻ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായി സ്പിന്നിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഗരിനൊക്കെ എന്നോട് ഒട്ടും സ്നേഹമില്ലായിരിക്കുന്ന സമയം നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതിനകത്ത് ഒന്നൊന്ന് സ്പിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ മാക്സിമം ഗൈസ് ബഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തെടുക്കണം എനിക്ക് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൾവേസ് ഗൈസ് പണ്ട് ക്ലാസിക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയില്ല ഗൈസ്, ഇങ്ങനെ എല്ലാം ചെയ്യുന്ന പരിപാടിയില്ല ഗൈസ്. അത് ചെയ്ത് നോക്കിയ സമയത്ത് ഊമ്പിത്തെറ്റി ഞാൻ ഇരുന്നിട്ടേ ഉള്ളൂ. കുറേ വട്ടം ചെയ്ത് നോക്കി, അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ കൂടുതൽ കൊണയടിക്കാതെ നൈസായിട്ട് ഗൈസ് പെട്ടെന്ന് തന്നെ സ്പിൻ ചെയ്തിട്ട് ഡയമണ്ട് മുടക്കി തന്നെ നമുക്കുണ്ടല്ലോ ഈ ഒരു സ്പിൻ നമുക്ക് മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. എന്തായാലും 5 സ്പിൻ ചെയ്യുകയാണെങ്കിൽ 90 ഡയമണ്ട് ആണ് ഫസ്റ്റ് ടൈം. അത് കഴിഞ്ഞ ശേഷം പിന്നേക്ക് വരുന്നത് 100 ഡയമണ്ടിനാണ് 5 സ്പിൻ വരുന്നത്. പിന്നെ ഒരു സ്പിന്നിന് വേണ്ടി 20 ഡയമണ്ട് ആണ് വരുന്നത്. പിന്നെ അഫ്കോഴ്സ് ഗൈസ് നിങ്ങൾക്ക് അറിയാലോ ഒരു സ്പിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമാർ ആ ഒരു ടോക്കൺ ഒരു 2ൻ്റെയോ എന്താ ഒരെണ്ണോ വല്ല തന്നിട്ട് മക്കളെ ഇത് വെച്ചങ്ങ് മുങ്ങിയാൽ മതി എന്ന് പറഞ്ഞ ആമാരങ്ങ് പോകും. കരിനക്കാർ നമ്മൾ എത്ര കൊല്ലമായിട്ട് കാണുന്ന. അതുകൊണ്ട് കേസ് ഞാൻ ഒന്നും നോക്കാതെ തന്നെ 90 തന്നെ ആദ്യത്തെ സ്പിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി എന്റെ പൊന്നു ഗൈസ് ഫസ്റ്റ് സ്പിന്നില് എനിക്ക് ആ ഒരു റെഡ് ക്രിമിനൽ അടിച്ചിട്ടുണ്ട്. വിഷയം ഗൈസ് വേറെ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഗൈസ് സരസുവിന്റെ അക്കൗണ്ട് ആണ്, ഒരു ഭയങ്കര ഇഷ്ടപ്പെടും. ഇത്രയും അവന്റെ ഞാൻ അക്കൗണ്ട് മേടിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ട് അവന് വലിയ എന്താണ് ആ ഒരു ലക്കൊക്കെ ഭയങ്കര ഷോക്കായിട്ടിരിക്കുന്ന സമയത്താണ് നിൽക്കുന്നത്. ഈ സമയത്തൊക്കെ സ്പിൻ ചെയ്താൽ എന്തെങ്കിലും തേങ്ങ കിട്ടുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവനോടാണ് ഞാൻ പറയുന്നത് മോനെ സ്ഥലത്ത് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ നമുക്ക് റെഡ് ക്രിമിനൽ കിട്ടാട്ടോ, അവൻ ഇന്ന് പൊളിക്കും. എന്റെ പൊന്നു ഗൈസ് വേറെ ലെവൽ കേട്ടോ. എന്റെ ഗൈസ് ഞാനെങ്കിൽ ചാർജായി, എന്നെ പോലെ ചാർജായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്തിട്ട് ഭയങ്കര ഷോ കേട്ടോ. ഇത്ര സ്പിന്നിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് 3K ലൈക്ക്. കഴിഞ്ഞോട്ടൊക്കെ 2K ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഗൈസ് ഈ വീഡിയോയ്ക്ക് ഞാൻ 3K ലൈക്ക് ചോദിക്കും. സോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമേ ഗൈസ് അത്യാവശ്യം ഉണ്ടല്ലോ കോയിനല്ല ആ ഒരു ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടോക്കൺ നോക്കുന്ന സമയത്ത് ഗൈസ് 41 ആയിട്ടുണ്ടായിരുന്നു അല്ലേ ഗൈസ്. ആ ഒരു 600 ഒക്കെ ആയിട്ട് ഇതൊക്കെ എടുക്കണം. എനിക്ക് മഞ്ഞ ക്രിമിനൽ എടുക്കണം, അവന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ സരസോട് ചോദിച്ച ഞാൻ ചോദിച്ചായിരുന്നു ഈ അക്കൗണ്ട് മേടിച്ച സമയത്ത് തന്നെ സരസോടാം ഇപ്പോൾ എനിക്ക് സ്പിൻ നിനക്ക് എൻ്റെ ലക്ക് അറിയാലോ, അപ്പോൾ എനിക്ക് സ്പിൻ ചെയ്ത് കിട്ടാൻ ഞാൻ വളരെ കുറവാണ്, നിനക്ക് ആ ടോക്കൺ കൊടുത്ത് ഏതാ എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് മഞ്ഞ ക്രിമിനൽ വേണമെന്നാണ്. നിങ്ങൾക്ക് ഏതാണ് കേസ് താല്പര്യം അതൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഏതായാലും കേസ് ഒട്ടും സമയം കണ്ടില്ല, എന്തിനാ അവരെ സമയം കണ്ട അങ്ങ് സ്പിൻ ചെയ്യാനാണ് കേസ്. അടുത്ത സ്പിന്നിന് 90 ഡയമണ്ടേ ഉള്ളൂ, വേറെ ലെവൽ കേസ്. ഓക്കെ 5ന്റെ കേസ് അടുത്ത സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് ആമാരെല്ലാം കൂടെ ആ ഒരു ടോക്കൺ തന്നിട്ട് മക്കൾ ഇത് വെച്ചാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല കേസ്. ഓക്കെ ആദ്യം തന്നെ ആമാര റെഡ് ക്രിമിനൽ തന്നത് ഞാൻ ആ ബഗ്ഗിന് വേണ്ടി ചെക്ക് ചെയ്തുകൊണ്ടാണോ എന്റെ പൊന്നു കേസ് അറിയത്തില്ല. എന്തായാലും നമ്മുടെ കേസ് ഓൾവേസ് ആ ക്ലാസിക് ബഗ്ഗില്ലേ അത് ചെയ്ത് നോക്കാം. ചെറിയൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവനകത്ത് ആ ഒരു ജേഴ്സിയുടെ ഇവന്റ് ഒക്കെ വന്ന സമയത്ത് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു നിന്ന കാര്യം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടതല്ലേ അതിന് വേണ്ടി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്കത് എടുക്കേണ്ട വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എടുക്കുന്നതായിരിക്കും. അടുത്തൊരു 90 ഡയമണ്ട് പേഴ്സ് നമ്മൾ നൈസത് സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് കേസ് നമുക്ക് പിന്നെയും അവന്മാർ തന്നിരിക്കുന്നത് ടോക്കൺ 10 ടോക്കൺ കിട്ടിയാ. ഡേയ് ഗരിനക്കാർ കുറച്ചൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നെ. അടുത്തതും കേസ് 90 ഡയമണ്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താണ് കേസ് 100 ഡയമണ്ട് വരത്തില്ലേ? ഇമാർ ഈ ഓഫർ കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അവന്മാർ കുറച്ചധികം സ്നേഹിക്കുന്നു തന്നെ. എന്നെ എപ്പൊക്കെ ഇങ്ങനെ ഗരിനക്കാരെ സ്നേഹിച്ചു കഴിഞ്ഞാലും അവസാനം എന്തെങ്കിലും ഒരു റൂമിൽ എനിക്ക് കിട്ടാൻ വളരെ കൂടുതലാണ്. എന്തായാലും കേസ് അത് പ്രതീക്ഷയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു റെഡ് ക്രിമിനൽ വന്നിട്ട് മക്കളെ ഇതേ ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ കേസ് നമ്മുടെ ഒരു ഫാൻസി നമ്പർ ഡയമണ്ട് ആണുള്ളത്. 3777 ഡയമണ്ട് ഇരിപ്പുണ്ട്. കൂട്ട് കേസ് 90 ഡയമണ്ട് ഒറ്റ നെസ്റ്റ് കിട്ടിയോ? ഇല്ല കിട്ടിയില്ല.
പെട്ടെന്ന് തന്നെ ബഗ് അടിപ്പിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ലാന്ന് ഞെക്കി 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 അതിനനുസരിച്ച് പെട്ടെന്ന് ഒരു 90 ഞെക്കി ഒറ്റയടിക്ക് ഞെക്കി പിന്നെ ഒന്ന് ഞെക്കുമ്പോഴത്തേക്കും അവന്മാർ തരേണ്ടതാണ് സാധാരണ. ഞാൻ പറഞ്ഞില്ലേ ഗൈരക്കാർക്ക് മനസ്സിലായി, ഇത് മറ്റേ പണ്ടത്തെ മീ ഗെയിമർ അവൻ തന്നെ സ്പിൻ ചെയ്യുന്നേ, അവൻ വേറെ ഏത് അക്കൗണ്ടിൽ കയറി സ്പിൻ ചെയ്യുന്നത്, ഇവരെ വിട്ടൂടാ എന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് കാര്യം മനസ്സിലായി കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് ശരിക്കും കേസ് കാര്യം മനസ്സിലായി. സോ അതുകൊണ്ട് നൈസായിട്ട് കേസ് ഞാൻ ഒന്നുകൂടെ അങ്ങ് സ്പിൻ ചെയ്യാണ് കേട്ടോ ഇവന്മാരെ കേസ്. ഞാൻ പറഞ്ഞത് അതിന്റെ അവസാനം അത് അവന്മാർക്കും അറിയാം, എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. സോ അതുകൊണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഈ ഒരു ഇവന്റൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് കൂടെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കുണ്ടല്ലോ ഏതെങ്കിലും ഒരു സമയത്ത് നല്ല രീതിക്ക് കേസ് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ടൊക്കെ തരാൻ പറ്റുന്ന ഒരു സമയം വരും, എന്തായാലും വരും കേസ്, ഞാനൊക്കെ അല്ലേ. പിന്നെ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി മാക്സിമം ഞാൻ നിൽക്കുന്നതായിരിക്കും. ഇരുമ്പും നിങ്ങൾക്ക് തന്നെ അറിയാലോ. സോ അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ UID കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാലോ നമ്മുടെ കൂടെ എത്ര കാലമായിട്ട് കൂടെയുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും, അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ കേസ് അതേപോലെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പ്ലീസ് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും കേസ് അടുത്ത വട്ടം സ്പിൻ ചെയ്യുന്ന സമയത്ത് മൊത്തം ഉണ്ടല്ലോ അമ്മ ഇരിക്കുന്നത് ആ ഒരു ടോക്കണുണ്ട്, ടോക്കണില്ല വേറും തീരുന്നില്ല. ഞാൻ പണ്ടത്തെ ബഗ് തന്നെ ചെയ്തു നോക്കുക. എനിക്ക് അമ്മോ ആദ്യമൊക്കെ കിട്ടിയ സമയത്ത് ആദ്യത്തെ സ്പിന്നിൽ തന്നെ ആ റെഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിളിച്ചു ഓ മൈ ഗോഡ് ഓക്കെ അങ്ങനെ റെഡ് തന്നെങ്കിൽ നെക്സ്റ്റ് തീർത്തുള്ള പരിപാടിയാണ് എനിക്കിന്ന് തോന്നിയായിരുന്നു. ഒന്നോടും ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെയുള്ള ബഗ് ഒക്കെ ചെയ്ത് നോക്കി കുറെ ഞാൻ യൂട്യൂബ് നോക്കിയായിരുന്നു കേസ്. കുറെ പേര് അതായത് വൺ സ്പിൻ ട്രിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ബഗ് ഒക്കെ ചെയ്ത് നോക്കി ആ ഒരു ട്രിക്കിൽ എടുക്കുന്നൊക്കെ കണ്ടായിരുന്നു. കുറെ എണ്ണം ബംഗാളികളാണ് ചെയ്യുന്നത് കണ്ടത്. പക്ഷേ കേസ് എനിക്ക് അത്ര കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചില സമയത്ത് ചില സമയത്ത് 3 മണിയൊക്കെ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് മാത്രം റെഡ് കിട്ടണമെങ്കിൽ റെഡ് അല്ലല്ലോ മഞ്ഞ കിട്ടട്ടെ മഞ്ഞക്കൊക്കെ 4 വട്ടം ഞെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ടൈമിൽ ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അതിൽ കാര്യമുണ്ടോ കേസ് നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല നിങ്ങൾ സ്പിൻ ചെയ്ത സമയത്ത് ആയാലും കിട്ടിയിട്ടുണ്ടോ, അത് കിട്ടിയ സമയത്ത് എനിക്ക് അതിന് ബഗ് യൂസ് ചെയ്തിട്ടാണോ കിട്ടിയത് അതും കൂടി ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇവന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പിൻ ചെയ്തിട്ട് സാധനപ്പെട്ട എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത സ്പിന്നോട് ചെയ്തു. നമുക്കിപ്പോൾ കറന്റ് 141 ടോക്കൺ ആയിട്ടുണ്ട്. ഞാൻ ടൈം കളയത്തില്ല, ഞാൻ പിന്നെ എടാ ഒരു ടോക്കൺ മാത്രം വെച്ച് ടോക്കൺ ഒപ്റ്റുണ്ട്. എന്റെ അമ്മ 7 കിട്ടി ഇതിനകത്തല്ലേ, അത് കാര്യമില്ല. സമരം 3 ആ 10 തരാത്ത എന്താ ആ ടോക്കണാ തരുന്നില്ല, 10 തന്നിരുന്നെങ്കിൽ കുറച്ച് കൊള്ളായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ചെയ്തിട്ടുണ്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിൽ കുറെ പേര് ചെയ്ത് കാണും. കാര്യം ഓൾഡ് ക്ലാസിക് കേസ് നമ്മുടെ റെഡ് ക്രിമിനലും അതേപോലെ മഞ്ഞ ക്രിമിനലൊക്കെ എടുക്കാൻ കുറെ പേർക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഇതിനു മുമ്പ് റിട്ടേൺ വന്നൊരു ഇവന്റ് ആയിരുന്നു. അതെന്റെ അക്കൗണ്ട് ഞാൻ സ്പിൻ ചെയ്തിട്ട് ഓൾറെഡി റെഡും അതേപോലെ കേസ് ഗ്രീനൊക്കെ പണ്ടേ കിട്ടിയതാണ്. ഇതെന്റെ ഇല്ല. പിന്നെ ഈ മഞ്ഞ എൻ്റെ ഇല്ല. എനിക്കില്ലാത്തൊരു ബണ്ടില് എന്റെ സരസ്വന്റെ അക്കൗണ്ട് ഉണ്ടാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അവിടെ ഞാൻ ചോദിച്ച സമയത്ത് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അവനെ മഞ്ഞയെ ചൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ പറഞ്ഞ കേസ് അവൻ മഞ്ഞ ക്രിമിനൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. എന്തായാലും അതെന്തായാലും എടുക്കും കേസ് ഉറപ്പായിട്ട്. മഞ്ഞ ക്രിമിനൽ എടുക്കാൻ ഞാനൊന്നും പോകത്തില്ല, ഉറപ്പുള്ള കാര്യമാണ്. ടോപ്പില്ല കേസ് അത് ഇവരെ പോയിട്ടില്ല. 5 ഡയമണ്ട് 10 ഡയമണ്ട് ലാഭമായിട്ടാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ മനസ്സിലായിരുന്നു. അത് ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണോ? ഇതിന് കുറെ മെച്ചപ്പെട്ടല്ലേ ഇതൊക്കെ. ഇതിലാ ടോക്കൺ നോമ്പിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ആ മാത്രം ഇടയ്ക്കൊക്കെ 2 1 തരുന്നത്. 2 4 കിട്ടിയല്ലേ. എന്തായാലും 2ന്റെ 2 കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, ഒന്ന് വെയിറ്റ് ചെയ്ത് സാധനം കിട്ടും. പക്ഷേ നല്ല രീതിക്ക് ഡയമണ്ട് പൊട്ടിക്കുന്ന ഇവന്റ് തന്നെയാണിത്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ദൈവത്തെ ഓർത്ത് കേസ് പ്ലീസ് നിങ്ങൾ വീണ്ടും ആധാരം വരിട്ടൊന്നും ഗെയിമിലേക്ക് ടോപ്പ് അപ്പ് ചെയ്ത് വെക്കരുത്. ഇതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ 2 ദിവസം ഇടും, 3-ാമത്തെ ദിവസം നിങ്ങൾ പുതിയ ഇവന്റ് വരും, അതെടുക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ദൈവത്തെ ഓർത്ത് എന്താണ് ബണ്ടിലിന് വേണ്ടി ഒന്ന് സ്പിൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൺസ്കിൻ എടുത്തോ. ഗൺസ്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡയമണ്ട് പൊട്ടിച്ചാലും ഓക്കെ, എല്ലാ കാലവും യൂസ് ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചെങ്കിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്താ കടം മേടിച്ചിട്ട് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അത്രയ്ക്ക് അർജന്റ് ആണ്. ഓക്കെ ടോപ്പ് അപ്പ് ചെയ്ത് ഈ പൈസ ഇരിപ്പുണ്ട്, ഏത് ചെയ്യാണെന്ന് അറിയത്തില്ല എന്നൊക്കെ നോക്കി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ബണ്ടിലിന് വേണ്ടി സ്പിൻ ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാര്യം എങ്ങനെ പൈസ ഉണ്ടാക്കണം, എങ്ങനെ ആൾക്കാർ ഊപിക്കണം കരിനക്കാർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ കരിനക്കാർ ഈ കിടന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. മിക്കവാറും അമ്മ എനിക്കൊരു തേങ്ങ തരത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ 2 ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് അമ്മമാര് മക്കളെ വെച്ചോ, നീ ഒന്ന് തുറക്കണ്ട, നിനക്ക് ഏതാ വേണ്ടി, ഏത് റേർ സാധനം വേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാ ഇവന്റിലെ സാധനം അമ്മമാർ എനിക്ക് തരുമായിരുന്നു. അതേപോലെ പച്ചക്ക് വിളിക്കണമെന്നുണ്ട്. ഞാൻ വിളിക്കും, 2 സ്പിന്നോടെ ചെയ്തിട്ട് ഞാനങ്ങ് വിളിക്കും, തുടങ്ങി ഞാൻ അങ്ങോട്ടൊരു വൈകിയുന്നു. ഇതെന്താ ക്ലിക്ക് ഇല്ലാത്ത എല്ലാത്തിലേക്കും പോകുന്നുണ്ട്. നമ്മുടെ ആ ഒരു ക്രിമിനലിന്റെ അടുത്തേക്ക് മാത്രം ക്ലിക്ക് പോകുന്നില്ല. അതാണ് എനിക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം. ഓക്കെ ഇപ്പൊ തന്നെ കേസ് നല്ല ഡയമണ്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, എന്നിട്ടും കേസ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോ. ഓക്കെ എന്തായാലും 10 ലാഭീണേ. ഓക്കെ 10 കിട്ടി. അങ്ങനത്തെ 10 ടോക്കണൊക്കെ കിട്ടുവാണെങ്കിൽ സന്തോഷമാണ് സത്യം പറഞ്ഞു കേട്ടോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, അത്യാവശ്യം 10 കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് തന്നെ സാധനം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചൊക്കെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇത്ര നേരം 5 സ്പിൻ ചെയ്തതല്ലേ, നമുക്കൊരു സ്പിൻ ചെയ്ത് നോക്കാം 20. അതെങ്ങാനും ലക്കി ആണെങ്കിൽ വേറെ ലെവലായിരിക്കും. എന്തായാലും ഈ സമയത്തേക്ക് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ പെട്ടെന്ന് തന്നെ. ഓക്കെ
എന്തായാലും ആ ലൈക്ക് ചെയ്തു എന്ന് പ്രതീക്ഷിച്ച് ഞാൻ നൈസായിട്ട് ഗൈസ് 20 ഡയമണ്ടിന്റെ ഒറ്റ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അതിനകത്തെങ്ങാനും ഗൈസ് ഞാൻ മുമ്പത്തെ ഉള്ളത് എനിക്ക് മനസ്സിലായി. തരത്തില്ല എപ്പോഴും ഗൈസ് 5 ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ നോക്കി ചോദിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബ്രോ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ 5 ഡയമണ്ടിൽ എനിക്ക് 10 സ്പിൻ ചെയ്യാം, 10 സ്പിൻ ചെയ്താൽ മാത്രമേ സാധനം കിട്ടത്തുള്ളൂ. ചെറുത് ഒന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ 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 കുറവെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഉണ്ടല്ലോ ആ ഒരു 5ന്റെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ നേരം സംസാരിച്ച് വളരെ സംസാരിച്ച് ടൈം കളഞ്ഞ് വെറുതെ എന്തിനാ, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ പോരാ, സാധനം കിട്ടുമല്ല എടുക്കും അങ്ങനെ പറയണം കേട്ടോ. ഈ അമര തരേണ്ട കാര്യം എന്തായിരിക്കും, നമ്മൾ നക്കിപ്പിടിച്ച് സാധനം ഇറങ്ങാണെങ്കിലും അവസാനം മേടിക്കും കേട്ടോ. ബട്ട് അമരന്റെ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് മാത്രമാണല്ലോ തരുന്നത്. എടാ മാറ്റിത്താടാ, 1-4 വട്ടം തരാതാ, 10ന്റെ ഒരു 3-4 വട്ടം ഇങ്ങ് താ. അമാർക്ക് എന്താ ഇത്ര പ്രശ്നം എന്താ? നമ്മൾ കയ്യിൽ പൈസ മുടക്കിയിട്ടല്ലേ ഈ സാധനം മേടിക്കുന്നത്. കണ്ടോ ഗൈസ്, ഈ വലത്തെ സൈഡിലുള്ള മറ്റേ ആ ഒരു ഡയമണ്ടിന്റെ ഈ ടോക്കൺ ഇല്ലേ, അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തേങ്ങ ഇത്, ലക്കി റോളൊക്കെ പിടിച്ചേക്കിയിട്ട് 2 ഇതൊക്കെ ഞെക്കാം അല്ലേ. എന്തായാലും 246 ടോക്കൺ നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മഞ്ഞ എടുക്കണമെങ്കിൽ 400 ഗൈസ്, 400 ടോക്കൺ വേണം. ഇനി എത്രയാണ് വേണ്ടത് ഗൈസ്? 154 ഓക്കെ, 154 ടോക്കൺ ഇനിയും വേണം ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. ഒന്നെങ്കിൽ ഗൈസ് ഒന്ന് കഴിഞ്ഞാൽ പിന്നുമാണ് ഇവിടെ വിഷയമായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്ന കാര്യം പറയാം, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. 400 കോയിൻ ആവുന്ന സമയത്തൊക്കെ ജസ്റ്റ് മിസ് നിൽക്കുന്ന സമയത്ത് ആ മാറി ഏതെങ്കിലും ഒരു ബണ്ടിൽ കൂടി എനിക്ക് തരാൻ ഞാൻ വളരെ കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അങ്ങനെയാണ് കോയിനൊക്കെ സെറ്റായി കഴിയുമ്പോഴായിരിക്കും ഇവന്മാരെ സാധനം തരുന്നത്. ഇത് ഞാൻ എത്ര കൊല്ലായിട്ട് സ്പിൻ ചെയ്യുന്നതാണ്. എന്നേക്കാൾ സ്കൂളിൽ സ്പിൻ ചെയ്ത ആൾക്കാരെ ഉണ്ടാക്കിയാ പട്ടെ മോനെ ഇങ്ങോട്ട് ചുമ്മാ അങ്ങ് വെച്ചോണ്ടിരിക്കാതെ ഇതൊക്കെ നമുക്ക് കളിക്കാൻ വേണ്ടി ഇനി ഉണ്ടാക്കി വെച്ചിരിക്കാനല്ല, തന്നിട്ട് പോടാ പക്ഷേ ഇനി താ 90ന്റെ കേസ് അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഏതാ കിട്ടുന്നത്. നൈസായിട്ട് നോക്കിയപ്പോഴത്തേക്കും പച്ചക്കത്തൊന്നും ഇല്ലല്ലേ, ഇല്ല പറ്റിച്ചതാണ് അവന്മാരൊക്കെ. 268 ടോക്കൺ കേസ് അടുത്തൊരു സ്പിനോട് ചെയ്യാൻ കേസ് 90ന്റെ. ഇതിനകത്ത് ഏതാ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ 2 മാത്രമേ കിട്ടുന്നുള്ളൂ. സീരിയസ്ലി പെട്ടെന്ന് ഇനി എന്തായാലും പണ്ട് ആമാരൻ ഊമ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ബഗ്ഗൊന്നും കാണിക്കാതിരിക്കുന്നില്ല. എല്ലാം പിടിച്ച് വെച്ച് ബഗ്ഗൊക്കെ കാണിച്ച് പയ്യെ നോക്കി ചെയ്യാൻ കാര്യം ഒറ്റയടിക്കങ്ങ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മ ഇവൻ കുറെ പൈസ ഉള്ളവനാ, ഇവനെ എത്ര വേണമെങ്കിലും പറ്റിച്ച് ഇവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല, എത്ര വേണമെങ്കിലും സ്പിൻ ചെയ്തോളും പൊട്ടനാ എന്നങ്ങ് വിചാരിക്കും. അത് വരാൻ വേണ്ടി പാടില്ലല്ലോ. അതിനുവേണ്ടി കേസ് നൈസായിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് ഒന്ന് റെഡ് ക്രിമിനലൊക്കെ കണ്ട് കത്തി നിൽക്കുന്നു. ഇഷ്ടപ്പെട്ടു കേസ് വേറെ ലെവൽ. റെഡ് ക്രിമിനൽ ഇഷ്ടമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്നും അറിയാത്ത പുതിയ ഇവന്റ്, കൊള്ളാലോ പുതിയ ഇവന്റ്. ഇതേപോലെ കേസ് ഫസ്റ്റ് ടൈം വന്നപ്പോഴല്ലേ നമുക്ക് നൈസായിട്ട് ഫസ്റ്റ് അമ്മ ആ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള റെഡ് ക്രിമിനൽ തന്നെ. അതുപോലെ തന്നെ കേസ് നമുക്ക് ഒന്നും അറിയാത്ത പോലെ പയ്യെ പുതിയ ഇവന്റ് ഒക്കെ ആണല്ലോ, കൊള്ളാലോ. റെഡ് ക്രിമിനലുണ്ട്, റെഡ് ക്രിമിനലുണ്ട്, പച്ച ക്രിമിനലുണ്ട്, മഞ്ഞ ക്രിമിനലുണ്ട്, പുതിയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഏതൊക്കെയാ എന്നൊക്കെ ഇപ്പൊ കേസ് ഒന്നും അറിയാത്ത പോലെ ഒരു 90 സ്പിന്നോട് നമുക്ക് ചെയ്തു വെക്കാം. അഥവാ അങ്ങനെ അമ്മമാർ സാധനം തന്നു കഴിഞ്ഞാൽ ലക്കായിരിക്കുമല്ലേ. ഇല്ല, അമ്മമാർക്കറിയാം പഠിച്ച വേണ്ടി 18 അവന്മാര് പയറ്റി നോക്കിയിട്ടാണ് കേസ് അവന്മാർ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് അവന്മാര് മുമ്പിക്കൽ നടക്കത്തില്ല. നൈസായിട്ട് മാക്സിമം സ്പിൻ ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു കേസ് അത്യാവശ്യം ടൈമിൽ പൊട്ടിക്കാനുണ്ടെങ്കിൽ അവന്മാർ ഒരെണ്ണം തരും. നമ്മളൊന്ന് മോഹിപ്പിക്കും. എടാ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം തന്നേ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടുവേ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് ഒരുമാതിരി ആശ കൊടുത്താലും ആനയെ കൊടുക്കരുത്, ആന കൊടുത്താലും ആശയെ കൊടുക്കരുത് എന്ന ഒരു സംഭവമല്ലേ കേസ്. ആ സംഭവത്തിലാണ് ഇമ്മാരി പരിപാടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മഞ്ഞ ഇങ്ങ് തോടാ കുറെ നേരമായില്ല അവന്മാരെ വെച്ചുകൊണ്ടിരിക്കണേ. എടാ 297 കേസ്. ഓക്കെ 297 കോയിൻ ആയിട്ടുണ്ട്. വേറെ ലെവൽ. എന്താ പറയുക കേസ് എടുക്കാതെ പോകത്തില്ല. എന്തായാലും ഞാൻ നോക്കി ക്ലെയിം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ. 50 GB കിടപ്പുണ്ടായിരുന്നു. വീക്കിലിക്കകത്ത് എന്തെങ്കിലും കിടക്കുന്നില്ല കേസ്. മന്ത്ലിക്കകത്തുള്ള ഡയമണ്ട് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 ഡയമണ്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ കേസ് വേറെ ലെവൽ തന്നെയാണ്. സോ വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു 3K ലൈക്ക് തന്നാൽ മാത്രമേ ഇനി ഇങ്ങനത്തെ സ്പിന്നിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കൊരു തോന്നൽ ഓക്കെ കുറെ പേര് കാണാനുണ്ട്, ആ മാർക്ക് വേണ്ടിയെങ്കിലും കുറച്ച് ഡയമണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനമൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഇറക്കാമെന്ന് എനിക്ക് തോന്നത്തുള്ളൂ കേട്ടോ. ഇപ്പൊ നോക്കുവാണെങ്കിൽ കറന്റ്ലി 300 ഗൈസ്, 300 ആ ഒരു ടോക്കൺ നമ്മുടെ അടുത്ത് കിടപ്പുണ്ട്. സോ ആ ഒരു 100 കൂടെ ഉണ്ടെങ്കിൽ മഞ്ഞ എടുക്കാൻ പറ്റും ഗൈസ്. ഓക്കെ പക്ഷെ അതിനുള്ള ടൈം ആദ്യം തരുമോ എനിക്ക് അറിയത്തില്ല. പടപടയും സ്പിൻ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങ നടക്കാൻ വേണ്ടി പോകുന്നത് എനിക്കറിയാം ഗൈസ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങ നടക്കാൻ വേണ്ടി പോകുന്നത് കാര്യം ആ 10ന്റെ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ ഗൈസ്. ഈ 10ന്റെ ഒരു 10 വട്ടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനായിരിക്കും. ഇനി 10ന്റെ ഒരു 9 വട്ടം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ 400 നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഗൈസ് മാക്സിമം ഗൈസ് ആ ടോക്കൺ കൊടുത്ത് നമുക്ക് കിട്ടാന്നുള്ള പ്രതീക്ഷ ഞാൻ ഓൾറെഡി വിട്ടു. എനിക്ക് ഈ മഞ്ഞ ചുമതല എടുക്കണം, എങ്ങനെയെങ്കിലും എടുത്തേ വരത്തുള്ളൂ. സോ ഗൈസ് മാക്സിമം ഞാൻ ഞെക്കി ഒരു 90നെ കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എടുത്തിരിക്കും. എന്തൊക്കെ കാണിച്ചാലും ആരെ കൊന്നിട്ടായാലും ഞാൻ ആ മഞ്ഞ എടുത്തിരിക്കും. അത് ഞാൻ സരസിന് കൊടുത്തിട്ടിരിക്കുന്ന വാക്കാണ്. ഉറപ്പായിട്ടും ഗൈസ് ഞാൻ എന്തായാലും എടുത്തിരിക്കും. ഇൻ കേസ് ഗൈസ് പിൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇല്ല. കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. 10 കിട്ടി.
എടാ 10 കിട്ടിയടാ, 10 കിട്ടി. ഓ 353. എടാ ഇത് അത്രയും കൂടെ മതി. 47 കേസ്, 47 കോയിനും കൂടെ മതി കേസ്. വിഷയം കേസ്, വിഷയം. നമ്മുടെ അടുത്ത് 747 കോയിൻ നമ്മുടെ അടുത്ത് കറന്റ് ഇരിപ്പുണ്ട്. സോ ഗൈസ് നമ്മൾ ഡയമണ്ട് ഇരിപ്പുണ്ട് 747. ഈ ഡയമണ്ട് കേസ് അടുത്ത നമ്മൾ സ്പിൻ കൂടി ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താ കിട്ടുന്ന കേസ്. 2ന്റെ 1ന്റെ മാത്രമേ അമ്മ തരുന്നുള്ളല്ലോ. എന്നെ ഒരുമാതിരി അമ്മ ഒരു ടൂമ്പിക്കുവാണോ ഗൈസ്. 261 ആയിട്ടുണ്ട്. വേറെ ലെവൽ കേസ്, വേറെ ലെവൽ. ഒന്നുകൂടെ ചെയ്യാം കേസ്. 90 ഡയമണ്ട് റിസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്നൊന്നും വെച്ച് അമ്മ തന്നെ ഊമ്പിച്ച് ഒന്നല്ല 5 കിട്ടിയല്ലേ. ഓക്കെ കേസ്, 5 കിട്ടി. അത് കുഴപ്പമില്ല കേസ്. ഓക്കെ, അത് അഡ്ജസ്റ്റബിൾ ആണ്, സമ്മതിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ കേസ് നിങ്ങൾക്ക് വേറൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വേൾഡ് കപ്പ് ഒക്കെ നടക്കാൻ വേണ്ടി പോകല്ലേ, നിങ്ങൾ ആരുടെ ടീമാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. കാണാറ് ഇതൊക്കെയുള്ളൊരു സന്തോഷം. സോ അടുത്ത 90 പിന്നെയും അവർക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ 10 കിട്ടിയല്ലേ. ഓക്കെ ഗൈസ് 381 ഗൈസ്. ഐ ആം ഹൈപ്ഡ്. എന്നെ പോലെ ഗൈസ് ഹൈപ്പായി നിൽക്കുന്ന കുറച്ചുകൂടെ മതി. ഇത്തിരി പോലും മതി. സാധനം കിട്ടി ഗൈസ്. ഓക്കെ, നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് എന്താണ് ക്രിമിനൽ ഏതാണെന്ന്, ഏത് കളറാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും. ഏതാ സാധനം 2 4 4 4 8 കിട്ടിയായിരുന്നല്ലേ. ഓക്കെ 8. ഓക്കെ 389. 389. ആ കോയിങ്ങനെ ഒരു 10 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദീപാവലി ഇന്ന് ഒന്നും പറയാനില്ല. 5 കിട്ടി ഗൈസ്, കിട്ടി. അത്യാവശ്യം ഒരു 12 കിട്ടിയിട്ടുണ്ടായിരുന്നു. 400. യെസ് 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 ഗൈസ്. ഇനിയിപ്പോ ഗൈസ് ഞാൻ പറയുന്നുണ്ടല്ലോ, എന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞക്കമലായിരുന്നു കിട്ടി 297 ഡയമണ്ട്. അതവിടെ ഇരിക്കട്ടെ. അടുത്ത ഇവന്റ് നമുക്ക് സ്പിൻ ചെയ്യാം. അടുത്ത ഏത് ഇവന്റ്? കുറെ ഇവന്റ് ഉണ്ട്. ഏത് വേണേലും നമുക്ക് സ്പിൻ ചെയ്യാം. അതോ പുതിയ ഇവന്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്ത് വേണേലും ചെയ്യാം. അതിനു മുമ്പ് ഗൈസ് നമുക്ക് ഈ മഞ്ഞക്കമലൊന്ന് എടുത്തേക്കാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത്രയും ഗൈസ് ഡയമണ്ട് സ്പെൻഡ് ചെയ്ത് എത്ര ഗൈസ് 4000 സംതിങ് ഡയമണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പിച്ചക്കാരനാണ്, 297 ഡയമണ്ടേ ഉള്ളൂ. ഇനി ടോപ്പ് ചെയ്യും, സെറ്റ് ആക്കാൻ കുഴപ്പമില്ല. എന്തായാലും ഗൈസ് സരസുവിനോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാൻ വേണ്ടി പോവാണ്. 400 ഇത് കൊടുത്തിട്ട് നൈസായിട്ട് ഗൈസ് നമ്മൾ ആ ഒരു മഞ്ഞക്ക് അങ്ങ് വാങ്ങി വേറെ ലെവൽ. ഒന്നും പറയാനില്ല കേട്ടോ. വിഷയം എന്ന് വെച്ചാൽ വിഷയം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഗൈസ് ഇത്രയും ഡയമണ്ട് മുടക്കിയിട്ട് നമുക്ക് റെഡ് ക്രിമിനലും അതേപോലെ ഗൈസ് മഞ്ഞക്കീറിലും കിട്ടുന്നുണ്ടായിരുന്നു. എന്റെ മോനെ വിഷയമല്ലേ മക്കളെ, വിഷയമല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിടുക്കം പോലത്തെ വേറെ ലെവൽ വീഡിയോ കാണാം. ആയിരിക്കും ബൈ ഗൈസ്.